ഏറെ നാളുകളായി ആലുവയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നവീകരിച്ച പുതിയ KSRTC ബസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 10 വൈകിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8,64 ലക്ഷം രൂപ അനുവദിച്ചാണ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്ന ആലുവ KSRTC ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 30,155 ചതുരശ്ര അടിയിൽ 2 നിലയിലായി പണി പൂർത്തിയാക്കിയ പുതിയ ബസ് സ്റ്റേഷന്റെ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടിക്കറ്റ് കൗണ്ടർ, സ്റ്റേഷൻ ഓഫീസ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, 6 സ്റ്റാളുകൾ, 170 സീറ്റുകളുള്ള വെയിറ്റിംഗ് ഏരിയ, ക്യാൻറ്റീൻ, 4 ടോയ്ലറ്റുകൾ, 8 യൂറിനുകൾ, 3 വാഷ് ബേസിനുകൾ അടങ്ങിയ ജെൻസ് വെയിറ്റിംഗ് റൂം, 4 ടോയ്ലറ്റുകൾ, 3 വാഷ് ബേസിൻ അടങ്ങിയ ലേഡീസ് വെയിറ്റിംഗ് റൂം, അംഗപരിമിതർക്കുള്ള 2 ടോയ്ലറ്റുകളുമുണ്ട്. 1-ാം നിലയിൽ 5 ഓഫീസ് റൂം, 43 സീറ്റുള്ള വെയിറ്റിംഗ് ഏരിയ, 4 ടോയ്ലറ്റുകൾ, 4 യൂറിനുകൾ ഉള്ള ജെൻസ് വെയിറ്റിംഗ് റൂമും, 4 ടോയ്ലറ്റുകളുള്ള ലേഡീസ് വെയിറ്റിംഗ് റൂം, അംഗപരിമിതർക്കുള്ള 1 ടോയ്ലറ്റ് എന്നിവയും അതുപോലെ 1-ാം നിലയിലേക്ക് കയറുവാൻ 2 ലിഫ്റ്റുകളും 3 സ്റ്റെയർ കേസുകളും അഗ്നിശമന സാമഗ്രികളും ക്രമീകരിച്ചിട്ടുണ്ട്. മുൻഭാഗത്ത് 18 ബസ് ബേകളടക്കം 30 ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനും ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പാർക്കിംഗ് ഏരിയയും പുതിയ ബസ് സ്റ്റേഷനിലുണ്ട്. കൂടാതെ ഈ പദ്ധതിയോടനുബന്ധിച്ച് ആധുനിക ബസ് സ്റ്റേഷനുകൾക്ക് വളരെ അനിവാര്യമായ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഡീസൽ ഓയിൽ കലർന്ന വെള്ളം ശുദ്ധീകരിക്കുവാൻ എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇതിനാവശ്യമായ അണ്ടർഗ്രൗണ്ട് ടാങ്ക്, വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രൈവേ വിത്ത് ഡ്രെയിൻ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ മൊത്തം യാർഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ 64,500 ചതുരശ്ര അടി ടൈൽ വിരിക്കുവാനും അതുപോലെ പഴയ ഡീസൽ പമ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനുമായി KSRTCയുടെ തനത് ഫണ്ടിൽ നിന്നും 5,92 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് KSRTC സ്റ്റാൻഡിൽ മുഴുവൻ സ്ഥലത്തും ടൈൽ വിരിച്ച് വളരെ ഭംഗിയുമാക്കിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP, ജബി മേത്തർ MP, അൻവർ സാദത്ത് MLA എന്നിവരുൾപ്പെടെ മറ്റു ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.